അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ശ്രീരാമ ജന്മഭൂമിയിൽ നിന്നും എത്തിച്ച അക്ഷത വിതരണത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം RSS പ്രാന്ത പ്രചാരക് S സുദർശൻ നിർവഹിച്ചു. കോഴിക്കോട് മഹാനഗരത്തിലെ 134 തീർത്ഥസ്ഥലങ്ങളിൽ അക്ഷത വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അഞ്ചു നൂറ്റാണ്ടുകൾ നീണ്ട ധർമ്മരക്ഷാ ദൗത്യത്തിന്റെ വിജയകരമായ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ശ്രീരാമ ജന്മഭൂമിയിൽ ഭവ്യക്ഷേത്രം ഉയരുകയാണ്. 2024 ജനുവരി 22 നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ശ്രീരാമ ജന്മഭൂമിയിൽ നിന്നും എത്തിച്ച അക്ഷതം കോഴിക്കോട് മഹാനഗരത്തിലെ 134 തീർത്ഥസ്ഥലങ്ങളിൽ വിതരണം ചെയ്ത് തുടങ്ങി. മഹാസമ്പർക്കത്തിന്റെ ഭാഗമായി കേരളത്തിലെ 11,708 ഗ്രാമങ്ങളിലായി 50 ലക്ഷം വീടുകളിൽ അക്ഷതവും ലഘുലേഖയും എത്തിക്കും. ശ്രീരാമചന്ദ്ര പ്രഭു ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ അല്ല, എല്ലാവരുടെയും രാമനാണ്, സർവരുടെയും രാമനാണ്. രാമനിൽ നിന്ന് നമ്മളെല്ലാം പഠിക്കുവാനുണ്ട്. എല്ലാവർക്കും രാമൻ സന്ദേശം നൽകുന്നു. ഒരു സുഹൃത്ത് എങ്ങനെയായിരിക്കണം, ഒരു പുത്രൻ എങ്ങനെയായിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം, മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതം എങ്ങനെ നയിക്കണം, വിപത് പരിതസ്ഥിതികളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇതൊക്കെ രാമനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. നമ്മുടെ സംസ്കാരത്തെ ശക്തിപ്പെടുത്തുന്ന, ധർമ്മത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു കേന്ദ്രമായി അയോധ്യയിലെ ആ രാമക്ഷേത്രം മാറും എന്നതിൽ സംശയമില്ല. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ജനുവരി 22 11 മുതൽ 2 മണി വരെ കേരളത്തിലെ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ, നാമജപയജ്ഞം, പ്രസാദ വിതരണം തുടങ്ങിയവ നടക്കും. കൂടാതെ എല്ലാ ക്ഷേത്രങ്ങളിലും വീടുകളിലും ദീപങ്ങൾ തെളിയിക്കും. ജനം, കോഴിക്കോട്.